നമസ്കാരം സുഹൃത്തുക്കളെ, ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ സ്റ്റാർട്ടിംഗ് മുതലുള്ള കുറച്ച് ഹിസ്റ്ററി കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഈ വീഡിയോ ചെയ്യാമെന്ന് കരുതിയതിൻ്റെ കാരണം ഒന്ന് രണ്ട് പേര് സ്റ്റോക്ക് ട്രേഡിങ്ങിനെ പറ്റി താല്പര്യമുണ്ട്, എന്നാൽ ബേസിക്സ് ഒന്നും അറിയത്തില്ല എന്നൊരു കമൻറ്റ്. അപ്പോൾ തുടക്കം തൊട്ടൊന്ന് പറയാമോ, പഠിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു താല്പര്യം കുറച്ച് പേര് കാണിക്കുന്നു. അപ്പോൾ അവരോടായിട്ട് എന്തായാലും തീർച്ചയായിട്ടും പഠിക്കാനുള്ള താല്പര്യം അത് നമ്മൾ ബേസിക്സ് തുടക്കം തൊട്ട് തന്നെ മനസ്സിലാക്കണമല്ലോ. പക്ഷേ അവരോട് അതിന് മുന്നേ പറയാനുള്ളൊരു കാര്യം ഇതാണ്: സ്റ്റോക്ക് മാർക്കറ്റ് അങ്ങനെ നമ്മൾ തിയറിറ്റിക്കലി പഠിച്ച് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി ചെയ്യണമെന്ന് നിർബന്ധമുള്ളൊരു കാര്യമല്ല. നമുക്ക് ജസ്റ്റ് ലൈക്ക് എന്താ പറയുക, ഗാംബ്ലിങ്ങിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, കസിനോസാണ് ഓൾമോസ്റ്റ് ദ ടൈം അവരാണ് വിജയിക്കാറുള്ളത്. അതിന് കാരണം അതിൻ്റെ ആ ഒരു മാത്തമാറ്റിക്സ് ആണ്. അപ്പോൾ ഷെയർ ട്രേഡിങ്ങിലും വിജയിക്കാൻ വേണ്ടത് നമുക്ക് എന്താ അറിവുണ്ട്, എത്ര കഴിവുണ്ട്, എത്ര കഴിവില്ലാത്ത ആളാണ് എന്നതൊന്നുമല്ല, മറിച്ച് മാത്തമാറ്റിക്സ് മാത്രമാണ് ഷെയർ മാർക്കറ്റിൽ വിജയിക്കാനായിട്ട് നമുക്ക് വേണ്ടത്. ഇനി ഈ മാത്തമാറ്റിക്സ് അറിഞ്ഞാൽ മാത്രമേ നമ്മുടെ സൈക്കോളജിയും നമ്മൾക്ക് അതിനെ ഉൾക്കൊള്ളാനും ലോസുകളെ ഉൾക്കൊള്ളാൻ പറ്റണം. അപ്പോൾ അത് കൃത്യമായ മാത്തമാറ്റിക്സ് മനസ്സിലാക്കി കഴിഞ്ഞാൽ മാത്രം സൈക്കോളജിക്കലി നമ്മൾ സ്റ്റേബിളായാൽ മാത്രമേ നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ വിജയിക്കാൻ പറ്റുള്ളൂ. അത് ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ അറിവുമായി ഡയറക്റ്റ് ബന്ധമുണ്ടോ എന്ന് ചോദിച്ചാൽ അത്രയ്ക്ക് അറിവ് വേണം എന്ന് നിർബന്ധമില്ലാത്തൊരു ഏരിയ ആണെന്ന് പറയാതിരിക്കാൻ വയ്യ. അതെന്തുകൊണ്ടാണ് നമ്മൾ മുന്നിലേക്ക് പറഞ്ഞു പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിക്കോളും. എന്നിരുന്നാലും ഈ പഠിക്കാൻ താല്പര്യമുള്ള തുടക്കക്കാർക്ക് വേണ്ടിയിട്ട് നമ്മളിതൊന്ന് പറഞ്ഞു പോവുകയാണ്. ഇന്ത്യയിലെ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ചരിത്രം ആരംഭിക്കുന്നത് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കാലത്താണ്. 1830കളിലാണ് അത് തുടങ്ങിയിരിക്കുന്നത്. നിങ്ങൾ ഈ കാണുന്ന വെബ്സൈറ്റ് HDFC Sky എന്ന് പറയുന്ന വെബ്സൈറ്റാണ്. ഇതുപോലെ തന്നെ ധാരാളം വെബ്സൈറ്റുകളിൽ ഹിസ്റ്ററി, ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് എങ്ങനെ തുടങ്ങി അതിൻ്റെ ചരിത്രം എല്ലാം വ്യക്തമായി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അൾട്ടിമേറ്റ്ലി നമ്മൾ ഡേ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഡേ ട്രേഡ് ചെയ്തിട്ട് ഒരാൾക്ക് ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റുമെന്നാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഒപ്പം നമ്മുടെയും വിശ്വാസം അതായതുകൊണ്ടിട്ടാണ് നമ്മളത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ സബ്ജക്റ്റ് ആക്ച്വലി എങ്ങനെ ഡേ ട്രേഡിങ് ചെയ്ത് വിജയിക്കാം എന്നതാണ്. അപ്പോൾ അതിനെപ്പറ്റിയായിരിക്കും നമ്മൾ കൂടുതൽ സംസാരിക്കുന്നത്. ഇത് ബേസിക്സ് വളരെ ചുരുക്കിയായിരിക്കും നമ്മൾ നിങ്ങളോട് പറഞ്ഞു പോകുന്നത്. ഓക്കെ, അപ്പോൾ 1830കളിൽ ആരംഭിച്ചു. ബാങ്കുകളുടെ സ്റ്റോക്കും ഒപ്പം കുറച്ച് കോട്ടൺ കമ്പനികളുടെ സ്റ്റോക്കുമാണ് ആക്ച്വലി ആ സമയത്ത് ട്രേഡിംഗ് ഉണ്ടായിരുന്നത്. 1850കളിൽ ആണ് ഇവിടെ നിങ്ങൾക്ക് കാണാം, കാര്യങ്ങൾ വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ. അപ്പോൾ 1850കളിൽ അതേപോലെ നമ്മളുടെ 1974 സംഭവിച്ച കാര്യങ്ങൾ, 75 സംഭവിച്ച കാര്യങ്ങൾ. അപ്പോൾ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ആ ഒരു ആദ്യകാല രൂപം തുടങ്ങുന്നത് 1875ലാണ്. അപ്പോൾ വർഷങ്ങളുടെ പഴക്കമുണ്ട് നമ്മുടെ മാർക്കറ്റിന്. പക്ഷേ അത് നിലവിലെ മോഡേൺ ഫോമിലേക്ക് വരുന്നത് ധാരാളം വർഷങ്ങൾക്ക് ശേഷമാണ്. അതായത് 1956ലാണ് ഇന്ത്യയിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചുമായിട്ട് ബന്ധപ്പെട്ടൊരു ആക്ട് തന്നെ വരുന്നത്. 1964ലാണ് UTI ഫോം ചെയ്യുന്നത്. 1986ലാണ് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ഇൻഡെക്സായ സെൻസെക്സ് നിലവിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ 30 കമ്പനി ഷെയർസും വെച്ചിട്ടാണ് അതിൻ്റെ ഇൻഡെക്സ് എസ്റ്റാബ്ലിഷ് ആകുന്നത്. അതിനുശേഷം 1992ലാണ് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആരംഭിക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഇതിൻ്റെ ചരിത്ര വഴികളെല്ലാം വളരെ കൃത്യമായിട്ട് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും നേരിട്ട് നോക്കി മനസ്സിലാക്കാവുന്നതാണ്. ഇനി ഇതെല്ലാം അറിഞ്ഞിരിക്കണോ സ്റ്റോക്ക് മാർക്കറ്റിൽ വിജയിക്കാനെന്ന് ചോദിച്ചാൽ യാതൊരുവിധ നിർബന്ധവും ഇല്ല. എന്നിരുന്നാലും അറിവ് നല്ലതാണ്. ഓക്കെ, അപ്പം നിലവിൽ ഇന്ത്യയിലുള്ളത് ഇത്രയും സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ ആണ്. നേരത്തെ 23ലധികം സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ ഉണ്ടായിരുന്നതാണ്. പക്ഷേ അതെല്ലാം കട്ട് ഡൗൺ ചെയ്തിട്ട് 2015 ശേഷം നിലവിൽ ഇത്രയും സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ ആണ് നിലവിൽ ഇന്ത്യയിലുള്ളത്. ഓക്കെ, ഇനി നമ്മൾ തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞു, ബേസിക്സ് അത്രയ്ക്ക് അങ്ങോട്ട് പഠിക്കേണ്ടത് ഡേ ട്രേഡറെ സംബന്ധിച്ചിടത്തോളം അത്രയ്ക്ക് ആവശ്യമില്ല. ഇനി അതെല്ലാം സ്വിംഗ് ട്രേഡ് ചെയ്യുന്ന ആളാണെങ്കിൽ പോലും ട്രേഡിങ്ങിൽ വിജയിക്കാനായിട്ട് നമ്മൾ അത്രയ്ക്ക് നിർബന്ധമൊന്നുമില്ല. ട്രേഡിങ്ങിൽ വിജയിക്കാൻ എന്താണ് വേണ്ടത് അതിനെപ്പറ്റി നമുക്ക് പറഞ്ഞുകൊണ്ട് അതിൻ്റെ ബേസിക് അവസ്ഥകളൊക്കെ വിശദീകരിച്ചുകൊണ്ട് നമുക്ക് മുന്നിലേക്ക് പോകാം. അപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്, ഇതിൻ്റെ ഡോമാണ്. മാർക്കറ്റിലെ ഓരോ പ്രൈസിലും
ഇവിടെ സെല്ല് ചെയ്യാനായിട്ട് ആൾക്കാർ ഉള്ളതാണ് ഇവിടെ കാണിച്ചേക്കുന്നത്. 4000 പേര് സെല്ല് ചെയ്യാനുണ്ട്, അതേപോലെ 6000 പേര് സെല്ല് ചെയ്യാനുണ്ട്. ഇത്രയും ഓർഡേഴ്സ് അവിടെ കിടക്കുന്നു എന്നുള്ളതാണ് നമ്മളിവിടെ കാണുന്നത്. അതേപോലെ തന്നെ ബൈ ചെയ്യാനുള്ള ആൾക്കാരുടെ ഓർഡേഴ്സാണ് ഈ സൈഡിൽ കാണിച്ചേക്കുന്നത് നീല നിറത്തിൽ. ഓക്കെ, അത് വരുമ്പോൾ 6000, 4000, 5000 ഇങ്ങനെ ടോട്ടൽ കൗണ്ട് ചെയ്തിട്ട് ഈ ലാസ്റ്റ് കാണിച്ചേക്കുന്ന 5 പ്രൈസുകളിലുള്ള ടോട്ടൽ ഓർഡേഴ്സാണ് ഇവിടെ ലിസ്റ്റ് ചെയ്തേക്കുന്നത്. അതെല്ലാം കൂടി 21,000-ഉം സെല്ലേഴ്സും അതേപോലെ തന്നെ 29,000, 28,000 ബയ്യേഴ്സുമാണുള്ളത്. അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യാൻ നമ്മൾ എന്തൊക്കെ ബേസിക്കാണ് അറിഞ്ഞിരിക്കേണ്ടത്, അതായത് ഫണ്ടമെൻ്റൽസ്. ഇപ്പോൾ ഒരു ഷെയറിൻ്റെ ഇൻട്രാഡേ ട്രേഡ് ചെയ്യാൻ പോകുന്ന ഒരാൾ ആ ഒരു ഷെയറിൻ്റെ ഫണ്ടമെൻ്റലിനെ പറ്റി അത്ര അറിയണോ എന്ന് ചോദിച്ചാൽ നിർബന്ധമൊന്നുമില്ല. നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് ഒരു സ്റ്റോക്ക് എടുക്കുമ്പോൾ അതിൻ്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ അത് തകർന്നു പോകാനുള്ള സാധ്യത, ഈ സ്റ്റോക്ക് ഇല്ലാതായി പോകുമോ, കമ്പനി ഇല്ലാതായി പോകുമോ, ഇങ്ങനെയുള്ള ഡൗട്ടൊക്കെ ഒന്ന് ക്ലിയർ ചെയ്താൽ മതി. അതും നമ്മൾ വലിയ വിശദമായി പഠിക്കണം എന്ന് നിർബന്ധമില്ല. കാരണം ഇപ്പോൾ നമ്മൾ പറഞ്ഞു എൻ എസ് സി കൺസ്ട്രക്ട് ചെയ്തേക്കുന്നത് നിലവിൽ 50 സ്റ്റോക്സിൻ്റെ വെച്ചിട്ടാണ് നമ്മുടെ ഇൻഡെക്സ് ആയിട്ടുള്ള നിഫ്റ്റി NSE ബിൽഡ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ ഇൻഡെക്സ് സ്റ്റോക്കുകൾ 50 എടുത്തു കഴിഞ്ഞാൽ അത് ഏറ്റവും സ്റ്റെബിലിറ്റി ഉണ്ട് എന്ന് കരുതുന്നത് കൊണ്ടിട്ടാണ് ഈ 50 സ്റ്റോക്കുകളെ വെച്ചിട്ട് തന്നെ ഇൻഡെക്സ് ബിൽഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇൻട്രാഡേ ട്രേഡ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ NSE വരുന്ന ഇൻഡെക്സിൽ വരുന്ന ഈ 50 സ്റ്റോക്കുകളിൽ ഏതെങ്കിലുമാണ് അയാൾ എല്ലാ ദിവസവും ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഫൗണ്ടേഷണൽ ഇഷ്യൂസ് അതിന് ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാം. അപ്പോൾ അതിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെങ്കിൽ നമുക്ക് സേഫ്റ്റി സൈഡ് ഓക്കെയാണ്. പിന്നെ വേണ്ടത് ഒരു ഷെയർ നമ്മളിപ്പോൾ ട്രേഡ് ചെയ്യാൻ തുടങ്ങുമ്പോൾ അതിൻ്റെ ATR, അതായത് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നതാണ്, ഇത് മെഷറിംഗ് ടൂളാണ്. ഇത് നമ്മളെടുത്ത് ലോ ടു ഹൈ 3% ചേഞ്ചാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരു 2% ചേഞ്ച് അറ്റ്ലീസ്റ്റ് എവരിഡേ ആവറേജ് നടക്കുന്ന ഒരു സ്റ്റോക്ക് ആണെങ്കിൽ അതിനുള്ളിൽ നിന്ന് നമുക്ക് നല്ലൊരു റിസ്ക് റിവാർഡ് വെച്ചിട്ട് ട്രേഡ് എടുക്കാൻ പറ്റും. എനിക്കറിയാം ഈ ബേസിക് പറയാൻ ആവശ്യപ്പെട്ട ആർക്കും ഇപ്പോൾ റിസ്ക് റിവാർഡ് എന്ന് പറയുമ്പോഴോ ATR എന്ന് പറയുമ്പോഴോ ഇങ്ങനെ ഒത്തിരി കാര്യങ്ങളിൽ കൺഫ്യൂഷനുണ്ട്. അതൊക്കെ നമുക്ക് എന്താണ് പർട്ടിക്കുലർ ടേം എന്നുള്ളത് തന്നെ നെക്സ്റ്റ് വരുന്ന വീഡിയോകളിൽ നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ടാകും. അപ്പോൾ ഈ വീഡിയോയ്ക്കകത്ത് നമ്മൾ കുറച്ച് കാര്യങ്ങൾ സ്കാറ്റേർഡായിട്ടൊന്ന് പറഞ്ഞു പോകും. അതിനുശേഷം അതിനകത്ത് പറയുന്ന ഓരോ ടെക്നിക്കൽ വേർഡുകളും നമ്മൾ അടുത്ത നെക്സ്റ്റ് വരുന്ന വീഡിയോകളിൽ അതിനെപ്പറ്റി വിശദമായി പറഞ്ഞു പോകും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ഒരു ബ്രോഡ് മൈൻഡായിട്ട് നമുക്ക് കേട്ടിരിക്കാം. നെക്സ്റ്റ് വീഡിയോകളിൽ നിന്ന് ഡീപ്പായിട്ട് ആ ടേംസ് മനസ്സിലാക്കാം. അപ്പോൾ നമ്മൾ കണ്ടു 3% ചേഞ്ച് വന്നിട്ടുണ്ട്. അപ്പോൾ എത്ര രൂപയിൽ നിന്നാണ് തുടങ്ങി? 297 രൂപയിൽ നിന്ന് താഴത്തേക്ക് പോരാൻ തുടങ്ങിയ ഷെയർ 290 വന്നു. അപ്പോൾ 7 രൂപ അധികം ഇന്നത് ചേഞ്ച് വന്നു. അപ്പോൾ ഒരാൾക്ക് ഒരു ഷെയറിൽ നിന്ന് ലാഭം ഉണ്ടാക്കണമെങ്കിൽ സ്വിംഗ് ട്രേഡ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ആ ഷെയർ വാങ്ങിച്ചിട്ട് വിൽക്കാൻ മാത്രമേ പറ്റത്തുള്ളൂ. അതായത് അയാൾ ഇന്ന് വാങ്ങിക്കുന്നു, എന്നിട്ട് ലോങ് ടേമിൽ എപ്പോഴെങ്കിലും അയാൾക്ക് വിറ്റാൽ മതി. കാരണം 10 ഷെയർ വാങ്ങിച്ച ആളുടെ കയ്യിൽ ആ 10 ഷെയർ കൈവശം വെക്കാനുള്ള അധികാരം അയാൾ വാങ്ങിച്ചു കഴിഞ്ഞു. അതിൻ്റെ ഫുൾ എമൗണ്ട് അയാൾ കൊടുത്തു കഴിഞ്ഞു. ഇനി അയാൾക്കത് ഹോൾഡ് ചെയ്യുന്ന ടൈം അയാൾക്ക് തീരുമാനിക്കാം. എത്ര കാലം വേണമെങ്കിലും അയാൾക്കത് ഹോൾഡ് ചെയ്യാം. അങ്ങനെ 1 വർഷമോ 2 വർഷമോ 3 വർഷമോ എത്ര കാലം വേണമെങ്കിലും അയാൾ ഹോൾഡ് ചെയ്യുന്നു. അപ്പോൾ പർട്ടിക്കുലർ ഒരു പീരീഡ്, 1 വർഷം കഴിഞ്ഞ് ഇന്ന ദിവസം വിൽക്കാനാണ് അയാൾ ഉദ്ദേശിച്ചിരിക്കുന്നത് എങ്കിൽ ആ ദിവസം വരുമ്പോൾ 10 രൂപയ്ക്ക് മേടിച്ച ഷെയറിൻ്റെ വില 20 രൂപയായിട്ടുണ്ടെങ്കിൽ 100% അയാൾക്ക് ലാഭം കിട്ടി. ഇനി 10 രൂപയ്ക്ക് മേടിച്ച ഷെയറിൻ്റെ വില 5 രൂപയാണ് ആ സമയത്തുള്ളതെങ്കിൽ അയാൾക്ക് 50% ലോസും സംഭവിച്ചു. ഓക്കെ, അപ്പോൾ ഇതാണ് ഷെയർ മാർക്കറ്റിൽ ബേസിക്കലി സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു വിലയ്ക്ക് നമ്മളൊരു ഷെയർ വാങ്ങിച്ചു, ഒരു പർട്ടിക്കുലർ പീരീഡിൽ മറ്റൊരു വിലയ്ക്ക് അത് വിൽക്കുന്നു. ഇത് തമ്മിലുള്ള വ്യത്യാസം ലാഭമാണോ നഷ്ടമാണോ എന്നതനുസരിച്ചിട്ട് നമുക്ക് ലാഭവും നഷ്ടവും കിട്ടുന്നു. ഓക്കെ, അപ്പോൾ സ്വിംഗ് ട്രേഡ് ചെയ്യുന്ന ആൾക്ക് ഒരിക്കലും ആദ്യം തന്നെ സ്റ്റോക്ക് വിൽക്കാനാവില്ല. വാങ്ങിച്ചതിന് ശേഷം മാത്രമേ സ്റ്റോക്ക് വിൽക്കാൻ സാധിക്കത്തുള്ളൂ. ഇനി എല്ലായ്പ്പോഴും അതങ്ങനെയല്ല. ഇൻട്രാഡേ സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ആദ്യം തന്നെ വിറ്റിട്ട് വൈകുന്നേരത്തിനുള്ളിൽ തിരിച്ച് വാങ്ങിച്ചാൽ അതും വാങ്ങിച്ച് വിറ്റതായിട്ട് സ്റ്റോക്ക് എക്സ്ചേഞ്ച് കണക്ക് കൂട്ടിക്കോളും. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഒന്നും കൂടെ പറയാം. അതായത് കാലത്തെ 9:15 ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ സമയത്ത് കണ്ട ഒരു പർട്ടിക്കുലർ പ്രൈസിൽ നമുക്ക് അന്ന് തോന്നുവാണ് ഇന്ന് മാർക്കറ്റ് ഡൗൺഫോൾ ചെയ്യും,
ഇത് വ്യക്തമായി അങ്ങനെ തോന്നുന്ന ഒരാൾക്ക്, അത് പറയുന്ന കൂട്ടത്തിൽ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, മാർക്കറ്റിൽ നമുക്കെപ്പോഴും ഒരു സാധ്യത പലവിധ ടെക്നിക്കൽ അനാലിസിസിൻ്റെ അടിസ്ഥാനത്തിൽ 1, 2, 3 സാധ്യതകൾ കണ്ടെത്താനും ആ സാധ്യതകൾ നമുക്ക് സ്ട്രോങ്ലി എന്താണോ തോന്നുന്നത് അതനുസരിച്ച് മുന്നോട്ട് പോകാനും സാധിക്കും. എന്നിരുന്നാൽ പോലും എല്ലായ്പ്പോഴും നമ്മളെടുക്കുന്ന ഒരു ട്രേഡിന് മിനിമം 2 സാധ്യത എല്ലായ്പ്പോഴും ഒരേപോലെ മാർക്കറ്റിൽ ഉണ്ട്. അതിതാണ് നമ്മൾ വാങ്ങിച്ച ഷെയറിൻ്റെ വില നമ്മൾ വില കൂടുമ്പോൾ വിൽക്കാമെന്ന ഉദ്ദേശത്തിലാണ് വാങ്ങിച്ചിരിക്കുന്നത്. പക്ഷേ അത് വാങ്ങിക്കുമ്പോൾ തന്നെ ഒരു കാര്യം നമുക്ക് ഉറപ്പാണ്, വില കൂടാനും കുറയാനും ഉള്ള സാധ്യത ഒരേപോലെ തന്നെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇനി പറയുന്ന ടേം നിങ്ങൾ മനസ്സിലൊന്ന് വെക്കുക, അതായത് ടാർഗറ്റും അതുപോലെ തന്നെ സ്റ്റോപ്പ് ലോസും. അപ്പോൾ ഒരു പ്രൈസിൽ സ്റ്റോക്ക് വാങ്ങിക്കുന്ന എല്ലാവരുടെയും മനസ്സിൽ ഒരു ടാർഗറ്റ് ഉണ്ടാവണം. ഈ ടാർഗറ്റ് നമ്മൾ മുന്നേ പറഞ്ഞു ATRനുള്ളിൽ നിൽക്കുന്നതാണെങ്കിൽ വളരെ നല്ലതാണ്. ATR എന്ന് പറഞ്ഞാൽ ആവറേജ് ട്രൂ റേഞ്ച്. അപ്പോൾ ഒരു 2% ചേഞ്ച് വരുന്ന ഷെയർ മാത്രം വാങ്ങിക്കാൻ ശ്രമിക്കുക. അങ്ങനെ വാങ്ങിക്കുമ്പോൾ നമ്മൾ വാങ്ങിച്ച പ്രൈസിൽ നിന്ന് ATR 2% ആണെങ്കിൽ നമ്മുടെ ടാർഗറ്റ് 2%നുള്ളിലാണെങ്കിൽ അത് കിട്ടാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. ഒപ്പം തന്നെ ടാർഗറ്റ് ഉള്ളതുപോലെ തന്നെ ഏതൊരു സ്റ്റോക്ക് വാങ്ങിക്കുന്ന ആളും, പ്രത്യേകിച്ചും ഇൻട്രാഡേയിൽ വാങ്ങിക്കുന്ന ഒരാളാണെങ്കിൽ അപ്പോൾ തന്നെ സ്റ്റോപ്പ് ലോസ് ഇട്ടേക്കുക. സ്റ്റോപ്പ് ലോസ് എന്ന് പറഞ്ഞാൽ എത്രയാണോ നമ്മൾ ടാർഗറ്റ് കിട്ടാൻ ആഗ്രഹിച്ചിരുന്നത് അതുപോലെ തന്നെ നമുക്ക് എത്രമാത്രം നഷ്ടം സഹിക്കാനാവും ആ തുക നഷ്ടം സംഭവിക്കുമ്പോൾ നമുക്ക് ആ ട്രേഡിൽ നിന്ന് എക്സിറ്റ് ചെയ്ത് മാറണം. അപ്പോൾ ലാഭം കിട്ടിയാൽ നമ്മൾ വിൽക്കും, കാരണം അത്രമാത്രം ലാഭം നമുക്ക് കിട്ടി, അതുകൊണ്ട് നമ്മളത് വിറ്റ് മാറി ലാഭം എടുത്തു. അതുപോലെ തന്നെ നഷ്ടം സംഭവിച്ചാലും നമ്മൾ വിറ്റ് മാറണം. നമുക്ക് ഒരു പരിധി നമ്മൾ നിശ്ചയിച്ചിട്ടുണ്ടാവണം, ഇത്ര രൂപയാണ് എനിക്ക് ഒരു ദിവസം നഷ്ടം സംഭവിക്കാവുന്നത്. അത് വെച്ച് വിറ്റ് മാറുന്നതിന് വേണ്ടി അഡ്വാൻസ് ആയിട്ട് ഇടുന്ന ഓർഡറിന് നമ്മൾ പറയുന്ന പേരാണ് സ്റ്റോപ്പ് ലോസ് ഓർഡർ. ഓക്കെ, അപ്പോൾ ടാർഗറ്റ് ഓർഡർ ഉണ്ട്, സ്റ്റോപ്പ് ലോസ് ഓർഡർ ഉണ്ട്. ഇത് അടുത്ത വീഡിയോയിൽ വിശദമായി പഠിക്കാം. നമുക്ക് ബാക്കി കുറച്ച് കാര്യങ്ങളും കൂടെ നോക്കിപ്പോകാം. അപ്പോൾ ടാർഗറ്റ് നമ്മളിവിടെ എടുത്തു എന്നുള്ള ഒരാൾ സ്റ്റോപ്പ് ലോസ് ആയിട്ട് ഇതൊരു സപ്പോർട്ട് ലൈനാണ്. എന്തുകൊണ്ട് ഇത് സപ്പോർട്ട് ലൈൻ ആകുന്നു, എങ്ങനെ ഇത് കണ്ടുപിടിക്കും എന്നതൊക്കെ അടുത്ത വീഡിയോയിൽ പറയും. അപ്പോൾ ഈ സപ്പോർട്ട് ലൈനെ ബ്രേക്ക് ചെയ്ത് താഴെ പോകുമ്പോൾ നമുക്ക് സപ്പോസ് ഒരു 295 ബ്രേക്ക് ചെയ്താൽ നമുക്ക് അത്രയും ലോസ് മതി. അപ്പോൾ 297 നമ്മൾ എൻട്രി എടുത്തു, 2 രൂപ നഷ്ടത്തിൽ നമ്മൾ വിൽക്കാനായിട്ട് പ്ലാൻ ചെയ്യുവാണെങ്കിൽ നമ്മളിവിടെ എൻട്രി എടുത്തു കഴിഞ്ഞാൽ ഉടനെ തന്നെ 295 നമ്മൾ സ്റ്റോപ്പ് ലോസ് ഓർഡർ ഇടും. അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് താഴത്തേക്ക് പോരുകയാണെങ്കിൽ പിന്നെ നമ്മൾ മാനുവലി ഇടപെടണമെന്ന് നിർബന്ധമില്ല. ഈ പ്രൈസ് എത്തുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ സ്റ്റോക്ക് വിറ്റൊഴിവായിക്കോളും. അപ്പോൾ നമ്മുടെ നഷ്ടം നമുക്ക് ലിമിറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതുകൊണ്ടാണ് സ്റ്റോപ്പ് ലോസ് SL സ്റ്റോപ്പ് ലോസ് ലിമിറ്റ് എന്ന് പറയുന്ന ഓർഡർ നമ്മൾ അവിടെ ഇടുന്നത് കൊണ്ടാണ്. അപ്പോൾ എല്ലായ്പ്പോഴും ഇൻട്രാഡേ ചെയ്യുന്ന ആളാണെങ്കിലും സ്വിംഗ് ട്രേഡ് ചെയ്യുന്ന ആളാണെങ്കിലും ഒരു എൻട്രി എടുക്കുമ്പോൾ മനസ്സിൽ 2 കാര്യങ്ങളുണ്ടാവണം. 1 വ്യക്തമായ ഒരു ടാർഗറ്റ് ഉണ്ടാവണം, 2 വ്യക്തമായ ഒരു സ്റ്റോപ്പ് ലോസ് ഉണ്ടാവണം. ഈ 2 ഏരിയയിൽ വരുമ്പോഴും നിങ്ങൾക്ക് എക്സിറ്റ് എടുക്കാം. ഇനി പ്രോഫിറ്റ് കൂടുതൽ വരുമെന്ന് തോന്നുവാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ എക്സിറ്റ് എടുക്കാതെ പ്രോഫിറ്റിന് വേണ്ടി കൂടുതൽ മുന്നോട്ട് പോകാം. പക്ഷേ സ്റ്റോപ്പ് ലോസ് നിങ്ങൾ എല്ലായ്പ്പോഴും പ്ലാൻ ചെയ്ത ആദ്യത്തെ തുക തന്നെ കൊടുത്തിട്ട് ഇറങ്ങിപ്പോരുന്നതാണ് ഭംഗി. കാരണം ഇത് താഴത്തേക്ക് എത്രമാത്രം പോകും നമുക്കറിയാൻ വയ്യ. സപ്പോസ് ഇവിടെ എത്തിയപ്പോൾ നമുക്ക് തോന്നുവാണ് ഇതിനി താഴത്തേക്ക് പോകില്ലെന്ന് തോന്നി നമ്മൾ വിൽക്കാതിരുന്നാൽ വലിയൊരു ലോസ് ആയിരിക്കും പിന്നെ ഇന്നത്തെ ദിവസം അയാൾക്ക് സംഭവിക്കാവുന്നത്. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞു ആദ്യം തന്നെ സ്റ്റോക്ക് വാങ്ങിച്ചിട്ടേ സ്വിംഗ് ട്രേഡ് ചെയ്യുന്ന ഒരാൾക്ക് വിൽക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആദ്യം തന്നെ സ്റ്റോക്ക് വിൽക്കണമെങ്കിൽ ഒരാൾക്ക് മാത്രമേ സാധിക്കത്തുള്ളൂ, അത് ഇൻട്രാഡേ ട്രേഡ് ചെയ്യുന്ന ആൾക്കേ സാധിക്കുള്ളൂ. അപ്പോൾ ഇവിടെ വച്ച് ഒരാൾക്ക് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ തോന്നുവാണ് ഈ സപ്പോർട്ടിനെ ബ്രേക്ക് ചെയ്ത് താഴത്തേക്ക് പോന്നാൽ 295 വന്നാൽ ഈ സ്റ്റോക്ക് ബ്രേക്ക് ചെയ്താൽ താഴത്തേക്ക് പോകുന്ന ഒരാൾക്ക് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ അയാൾക്ക് ഇവിടെ നിന്ന് സ്റ്റോക്ക് സെല്ല് ചെയ്യാം. മനസ്സിലാക്കണം, മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ടേ ഉള്ളൂ, നമ്മുടെ കയ്യിൽ സ്റ്റോക്കുകളൊന്നുമില്ല. ആ സമയത്ത് പോലും നമുക്ക് കയ്യിലില്ലാത്ത സ്റ്റോക്ക് വിൽക്കാം. അപ്പോൾ ഒറ്റ കണ്ടീഷനേ ഉള്ളൂ, വൈകിട്ട് 3:30-ക്കുള്ളിൽ എത്ര നമ്പർ ഓഫ് സ്റ്റോക്കാണോ നമ്മൾ വിറ്റത് അത്രയും നമ്പർ ഓഫ് സ്റ്റോക്ക് നമ്മൾ തിരിച്ച് വാങ്ങിച്ചിരിക്കണം. അപ്പോൾ മാർക്കറ്റിന് ഒറ്റ കാര്യം അറിഞ്ഞാൽ മതി, നമ്മൾ വാങ്ങിച്ച വില എത്രയാണ്, വിറ്റ വില എത്രയാണ്, ഇത് തമ്മിലുള്ള വ്യത്യാസം എത്രയാണോ അതാണ് നമ്മുടെ ഒന്നുകിൽ ലാഭം അല്ലെങ്കിൽ നഷ്ടം. ഇവിടെ വിറ്റ ഒരാൾക്ക് കിട്ടുന്ന അഡ്വാൻറ്റേജ് എന്താണ്? വിറ്റ ഒരാൾക്കാണെങ്കിൽ ഇവിടെ നിന്ന് വിറ്റു,
ഇത്ര രൂപ താഴത്തേക്ക് വന്നു. അപ്പോൾ 7 രൂപയോളം ഇയാൾക്ക് ലാഭം കിട്ടി. നേരെ മറിച്ച് ഇന്ന് സ്വിംഗ് ട്രേഡ് എടുക്കാൻ വന്ന ഒരാളാണെങ്കിലോ അയാൾക്ക് ഈ ഒരു പ്രൈസിലായാലും ഏതൊരു പ്രൈസിലായാലും ബൈ ചെയ്യാനേ പറ്റുന്നുള്ളൂ. ഇവിടുന്ന് അയാൾ ബൈ ചെയ്തു എന്ന് കരുതുക, 295 ബൈ ചെയ്തു. മാർക്കറ്റ് താഴത്തേക്ക് പോയിക്കൊണ്ടിരുന്നാൽ അയാൾക്ക് വിറ്റൊഴിവാക്കാം എന്നത് മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ അത് ഹോൾഡ് ചെയ്യാം എന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ താഴത്തേക്ക് പോയതിൻ്റെ ബെനിഫിറ്റ് ഒന്നും ബൈ ചെയ്യാൻ മാത്രം റൈറ്റുള്ള ഒരാൾക്ക് കിട്ടുന്നില്ല. അപ്പോൾ സ്വിംഗ് ട്രേഡ് മോശമാണെന്നോ നല്ലതെന്നോ അല്ല നമ്മളിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. സ്വിംഗ് ട്രേഡിന് എല്ലായ്പ്പോഴും മാർക്കറ്റ് മുകളിലേക്ക് പോകുമ്പോൾ മാത്രമാണ് ലാഭം ഉണ്ടാക്കാൻ സാധിക്കുന്നത് എങ്കിൽ ഇൻട്രാഡേ ട്രേഡ് ചെയ്യുന്ന ഒരാൾക്ക് മാർക്കറ്റ് മുകളിലേക്ക് പോകുമ്പോഴും അതുപോലെ തന്നെ ഓപ്പൺ ചെയ്ത ഉടനെ മാർക്കറ്റ് താഴത്തേക്ക് പോകുമ്പോഴും അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് മനസ്സിലായി ടെസ്റ്റ് ക്രിക്കറ്റിൻ്റെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. 4-5 ദിവസം കൊണ്ടേ റിസൾട്ട് അറിയാൻ പറ്റത്തുള്ളൂ. നേരെ മറിച്ച് 1 ഡേ ഇൻ്റർനാഷണലുകൾ വന്നു. അപ്പോൾ നമുക്കറിയാം കാലത്തെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ വൈകുന്നേരത്തിനുള്ളിൽ നമുക്ക് റിസൾട്ട് അറിയാം. ഇനി ഇപ്പോൾ വന്നിട്ട് 2020 വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഏതാനും മണിക്കൂറുകൾ കൊണ്ട് കളിയുടെ റിസൾട്ട് അറിയാം. ഒപ്പം കളി കുറച്ചും കൂടെ ഫാസ്റ്റുമായി അല്ലേ. അതുപോലെ തന്നെയാണ് ഇവിടെയും സ്വിംഗ് ട്രേഡ് ചെയ്യുന്ന ഒരാൾക്ക് നഷ്ടം സഹിക്കാം, അതിനുള്ള ഒത്തിരി അവസരമുണ്ട്. അതോടൊപ്പം തന്നെ പ്രോഫിറ്റ് കൂടി പോകുമ്പോഴും എത്ര കാലം വേണമെങ്കിലും ഹോൾഡ് ചെയ്യാനുള്ള അവസരമുണ്ട്. അത് ടെസ്റ്റ് ക്രിക്കറ്റ് പോലെയാണെങ്കിൽ ഇൻട്രാഡേയിലേക്ക് വരുമ്പോൾ അന്നന്ന് റിസൾട്ടാണ്. ഇവിടുന്ന് താഴത്തേക്ക് പോയാലും അയാൾക്ക് അന്ന് പ്രോഫിറ്റ് ഉണ്ടാക്കാം, മുകളിലേക്ക് പോകുന്ന ഷെയറിലും അയാൾക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാം. 2 സൈഡിലേക്കും പ്രോഫിറ്റ് ഉണ്ടാക്കാനുള്ള അവസരം കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് സ്വിംഗ് ട്രേഡും ഇൻട്രാഡേ ട്രേഡും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ ബേസിക്സ് എന്ന നിലയ്ക്ക് നമ്മൾ ഇന്ന് ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് തുടങ്ങി വെക്കുവാണ്. ഇപ്പോൾ നിങ്ങളോട് കുറച്ച് ടൈംസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അതിനെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ചർച്ച ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്തൊരു ദിവസം വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.